എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളവ് നിവർക്കുന്ന ദൈവം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ നാം പഠിക്കുമ്പോൾ, യേശു തമ്പുരാൻ ശാബത്തിൽ ദൈവാലയത്തിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, നിവർന്നു നടക്കണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും കഴിയാതെ പോകുന്നു. ശാരീരികമായ ബലഹീനതകൾ, ധാർമ്മികമായ പാളിച്ചകൾ, സാമൂഹികപരമായ പാകപ്പിഴകൾ, ഇങ്ങനെ പലതും മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുന്നതിന് പകരം തല കുനിക്കുന്നതിനായി നമ്മെ ഹേമിക്കുന്നു. ഇവിടെ ഇതാ ഒരു സ്ത്രീ, ഉടലിൽ വളവുള്ളവൾ. അവൾ അറിയപ്പെടുന്നത് അവളുടെ പേരിലല്ല, അവളുടെ വളവിൻ്റെ പേരിലാണ്. കൂനി എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ അറിയപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുമില്ലേ? വിട്ടുമാറാത്ത വളവും വിട്ടുമാറാത്ത ശീലവുമുള്ള ഒരു തലമുറ നമുക്ക് ചുറ്റും ഉണ്ട്, നമുക്കിടയിലുമുണ്ട്. 18 സംവത്സരമായി കൂനിയായിരുന്ന ഈ സ്ത്രീ ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും നിവർന്നിട്ടില്ല. ആ വളവ് അവളെ പിന്തുടരുന്ന വളവാണ്, അവൾക്ക് കൂട്ടിനുള്ള വളവാണ്. എന്നാൽ അവളുടെ വളവ് പോലെ തന്നെ അവൾ പിടിവിടാത്ത ചില ശീലങ്ങളുമുണ്ട്. അതൊരു തരം നല്ല ശീലങ്ങളാണ്. ദൈവാലയത്തിൽ പോകുക എന്നുള്ളതായിരുന്നു അവളുടെ ശീലം. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നവരുടെ മധ്യത്തിൽ, നിവർന്നു നിന്ന് ആരാധിക്കുന്നവരുടെ മധ്യത്തിൽ തൻ്റെ കൂന് മൂലം അവൾ എന്നും നമ്രശിരസ്കിയായി ദൈവത്തെ ആരാധിച്ചു. എന്നാൽ യാതൊന്നും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. നമ്മിൽ പലരെയും പോലെ നിവർന്നു നിന്നവർ ഒരു അവഹേളന മനോഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ടുണ്ടാകും. അവരെ പോലെ അവൾ ഒരിക്കലും നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടാവുകയില്ല. അവളുടെ കാൽവിരൽ മാത്രമേ അവൾ കണ്ടിട്ടുണ്ടാവൂ. സ്വന്തം മുഖം അവൾ ഒരിക്കലും ദർശിച്ചിട്ടുണ്ടാവില്ല. വിരൂപമായ ഭൂമിയുടെ ഉപരിതലത്തെ അല്ലാതെ മറ്റൊന്നും അവൾ കണ്ടിട്ടില്ല. ഒത്തിരി കാഴ്ചകളുടെ ലോകത്ത് അതെല്ലാം നഷ്ടപ്പെട്ടവളായി കൂനിക്കൂടി അവൾ കഴിഞ്ഞുകൂടി. ഇവിടെയാണ് രൂപാന്തരപ്പെടുത്തുന്ന കരസ്പർശനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരാചാരമെന്ന നിലയിലാണ് പൊതുവെ മറ്റുള്ളവരുടെ കൂടെ അവളും ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അന്നും അവൾ ദൈവാലയത്തിലേക്ക് പോയത്. പക്ഷേ അത്ഭുതകരമായ ഒന്നവിടെ സംഭവിച്ചു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ഗുരു അന്ന് അവിടെ സന്നിഹിതനായിരുന്നു. മറ്റെല്ലാവരും അവളെ നോക്കിയതിൽ നിന്നും വിഭിന്നമായ ഈ ഗുരു അവളെ സൂക്ഷിച്ചു നോക്കി. ഗുരുവിൻ്റെ ശ്രദ്ധയിൽ അവൾ ഉൾപ്പെട്ടു. ഉടനടി പ്രസംഗം നിർത്തുകയും ചെയ്തു. പ്രസംഗം പ്രവൃത്തിയിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്തു. യേശു തമ്പുരാൻ മനസ്സലിവോടെ അവളെ അരികെ വിളിച്ചു. അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സൃഷ്ടാവ് സൃഷ്ടിയെ സ്പർശിച്ചപ്പോൾ എല്ലാം രൂപാന്തരപ്പെടുകയാണ്. എ ടച്ച് ഓഫ് ക്രൈസ്റ്റ് മേക്സ് എ ബിഗ് ട്രാൻസ്ഫോർമേഷൻ. ഇതുപോലെ ഒരു റബ്ബിയും ചെയ്തിട്ടില്ല. ശബ്ബത്തിലാണ് യേശു ഈ സ്ത്രീയെ സൗഖ്യമാക്കിയത്. ശബ്ബത്തിൽ ബന്ധനം അഴിച്ചുവിടുന്നത് പിതാവിൻ്റെ ഹിതമായി ദൈവപുത്രനായ ക്രിസ്തു മനസ്സിലാക്കി. മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവനെ മാറ്റിയെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ കരസ്പർശം. ജീവജാലങ്ങളെല്ലാം സ്നേഹപൂർവമായ ഒരു സ്പർശനത്തിന് വേണ്ടി ദാഹിക്കുന്നവരും മോഹിക്കുന്നവരുമാണ്.
സ്നേഹനിധിയായ ഒരു വ്യക്തിയുടെ കരസ്പർശവും ആശ്വാസവും ആവേശവും ശക്തിയും ഊർജവും പകരുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരസ്പർശം ഏൽക്കുവാൻ, നമ്മുടെ വളവുകൾ നുവരുവാൻ, നല്ല ശീലങ്ങളുമായി മുൻപോട്ട് പോകുവാൻ, സൗഖ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.